നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, വികസനങ്ങൾ, പുരോഗതികൾ ഇതെല്ലാം തന്നെ ചെറിയൊരു കാര്യമല്ല എന്നുള്ളതും, കണ്ണടയ്ക്കാൻ പറ്റുന്ന ഒരു സംഭവവികാസങ്ങളല്ല, അല്ലെങ്കിൽ കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റിയ കാര്യങ്ങളല്ല നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളെന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത്, നമ്മുടെ രാജ്യത്തിൽ റോഡുകൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ 10 കൊല്ലം കൊണ്ട് ആ റോഡുകളിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, കാരണം നമ്മുടെ രാജ്യത്ത് പലയിടത്തായി സഞ്ചരിക്കുമ്പോഴത്തേക്കും വളരെ അധികം സേഫായിട്ട്, വളരെ അധികം സ്പീഡിൽ പോകാൻ പറ്റുന്ന റോഡുകൾ ഈ ഒരു 10 കൊല്ലത്തിനുള്ളിൽ എത്രത്തോളം വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ അധികം ഞെട്ടിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ വിദേശ രാജ്യങ്ങളിലെല്ലാം പോകുമ്പോഴത്തേക്കും കാണുന്ന ആ റോഡുകളുടെ ആ മാതൃക, അതിനെ വെല്ലുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള നമ്മുടെ രാജ്യത്തെ റോഡുകൾ തീർച്ചയായിട്ടും വളരെ വലിയ മാറ്റം തന്നെയാണ് നമ്മുടെ ആ റോഡുകളിൽ സംഭവിച്ചിരിക്കുന്നത്. അത് ഇപ്പോൾ ഇന്ത്യ ഒട്ടാകെ സഞ്ചരിക്കുന്ന വ്ളോഗേഴ്സ് ഉൾപ്പെടെ അവരുടെ വീഡിയോയിലെല്ലാം തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. അത് മാത്രമല്ല, വിദേശത്ത് നിന്ന് വരുന്നവരെല്ലാം തന്നെ നമ്മുടെ റോഡിലൂടെ സഞ്ചരിക്കുമ്പോഴത്തേക്കും അവർക്ക് അനുഭവപ്പെടുന്ന ആ ഒരു കംഫർട്ട്, അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് തീർച്ചയായിട്ടും കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് ഉണ്ടായ ഒരു വളരെ വലിയ മാറ്റം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. പലയിടത്തായി നമ്മുടെ കേരളം ഉൾപ്പെടെ ഇപ്പോൾ ആ ഒരു തരത്തിലോട്ട് മാറാൻ പോവുകയാണ്. അതിൻ്റെ പണികളെല്ലാം തന്നെ വളരെ വേഗത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലെല്ലാം തന്നെ നിലവിൽ കേന്ദ്ര സർക്കാരിൻ്റെ ആ ഒരു പങ്ക് വളരെ വലുത് തന്നെയാണ്. കാരണം ഇപ്പോൾ മോദി സർക്കാർ വന്നതിന് ശേഷം തന്നെയാണ് ആ ഒരു തലത്തിലുള്ള ഒരു വലിയ മാറ്റം തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ ഉണ്ടായത് എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിൽ തന്നെ എടുത്തു പറയാനായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതായത് 16,730 കോടി രൂപ ചിലവിൽ ബാംഗ്ലൂരു ചെന്നൈ 8 വരി എക്സ്പ്രസ് വേ ഉദ്ഘാടനം ഡിസംബറിനകം നടക്കും. അതായത് ബാംഗ്ലൂർ ചെന്നൈ എക്സ്പ്രസ് വേയുടെ ഉദ്ഘാടനം ഡിസംബറിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞിരിക്കുന്നു. ബാംഗ്ലൂര് ഗ്രാമജില്ലയിലെ ഹോസ്കോട്ടയിൽ നിന്ന് തുടങ്ങുന്ന എക്സ്പ്രസ് വേ ദൊബാസ്പേട്ട്, കോലാർ, KGF, ചിറ്റൂർ, വെല്ലൂർ, റാണിപ്പേട്ട്, കാഞ്ചീപുരം, തിരുവള്ളൂർ, ശ്രീപെരുമ്പത്തൂർ എന്നിവിടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. 16,730 കോടി രൂപ ചെലവഴിച്ചുള്ള പാത ചെന്നൈ തുറമുഖത്തെ ബാംഗ്ലൂരുമായി ബന്ധിപ്പിക്കുന്നത് വ്യവസായ മേഖലയ്ക്കും ഗുണകരമാകും. എക്സ്പ്രസ് വേയിൽ 240 കിലോമീറ്റർ ദൂരത്തിൽ 8 വരി പാതയും ഉണ്ടാകും. ഈ മെഗാ ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതിക്കായി ഏകദേശം 2,650 ഹെക്ടർ ഭൂമി ഏറ്റെടുത്ത് 3 ഘട്ടങ്ങളിലായാണ് പ്രവൃത്തി നടത്തുന്നത്. കർണാടകയിലെ ഹോസ്കോട്ടിനെയും ആന്ധ്രാപ്രദേശിലെ ബേതമംഗലെയും ബന്ധിപ്പിക്കുന്ന ആദ്യഘട്ടം ഗുഡിപ്പാലയിലേക്കുള്ള 85 കിലോമീറ്റർ ദൂരമാണ്. തമിഴ്നാട്ടിലെ ഗുഡിപ്പാല മുതൽ ശ്രീപെരുമ്പത്തൂർ വരെയുള്ള ബാക്കി 106 കിലോമീറ്ററാണ് 3ാം ഘട്ടം. 71 അടിപ്പാതകൾ, 31 വലിയ പാലങ്ങൾ, 25 ചെറുപാലങ്ങൾ, 3 റെയിൽവേ മേൽപ്പാലങ്ങൾ, 6 ടോൾ പ്ലാസകൾ എന്നിവയാണ് പാതയിൽ നിർമ്മിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു കാര്യം, അതായത് ഈ 16,730 കോടി രൂപ ചിലവിൽ വരുന്ന ബാംഗ്ലൂരു ചെന്നൈ 8 വരി എക്സ്പ്രസ് വേ വലിയ ഒരു സംഭവമായി മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് മാത്രമല്ല, വളരെ വലിയ മാറ്റങ്ങൾ തന്നെയായിരിക്കും ഈ ഒരു എക്സ്പ്രസ് വേ വരുമ്പോഴത്തേക്കും ഉണ്ടാകുന്നത് എന്ന കാര്യത്തിലും ഒരു സംശയവും വേണ്ട. ഡിസംബറിനകം അതിൻ്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നിർവഹിക്കുമെന്നുള്ള തലത്തിൽ തന്നെയാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അതിവേഗ മാറ്റങ്ങൾ, അതിവേഗ പാതകൾ, നമ്മുടെ ഇന്ത്യ അതിവേഗം കുതിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്കും, അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് വളരെ പെട്ടെന്ന് തന്നെ പോകാൻ പാകത്തിനുള്ള പാതകൾ, റോഡുകൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസം കഴിയും തോറും തീർച്ചയായിട്ടും വളരെ വലിയ മാറ്റങ്ങൾ തന്നെയാണ് സംഭവിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.